ആദ്യം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 സവാളയാണ് എടുത്തത്. അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ആദ്യം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ 2 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചുടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെച്ചതാണ്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തിളക്കുമ്പോൾ